നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷൻ ഓസ്ട്രേലിയയിലുള്ളത് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയാണ്. കാരണം എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയാണ് നിങ്ങളുടെ എഡ്യൂക്കേഷനെയും നിങ്ങളുടെ എക്സ്പീരിയൻസിനെയും വാലിഡേറ്റ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയിലുള്ള എക്സ്പീരിയൻസിനെയും ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷനെയും അവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലല്ല മറ്റുള്ള രാജ്യങ്ങളിൽ. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള മറ്റേതൊരു രാജ്യത്തു നിന്നും, ഓസ്ട്രേലിയ ഉൾപ്പെടാത്ത മറ്റേതൊരു രാജ്യത്തു നിന്നും നിങ്ങൾ എഡ്യൂക്കേഷൻ ചെയ്തവരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗൈഡ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റിൽ നമുക്കൊന്ന് കയറി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിവിഷൻസാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണ്, നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ തന്നെ. നിങ്ങൾ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റ് ചെല്ലുമ്പോൾ ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ ഒരു സിമ്പിൾ, അതുകൂടാതെ ഗെറ്റ് ചാർട്ടേഡ്, പിന്നെ മെമ്പർഷിപ്പിനുള്ള ഓപ്ഷൻസ്, അതുപോലെ മൈ അക്കൗണ്ട്, ബിക്കം എ മെമ്പർ എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇവരുടെ വെബ്സൈറ്റിൽ. ഇനി ഇതിലേക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ 3 ഓപ്ഷൻസാണുള്ളത്. ഒന്ന് മെമ്പർഷിപ്പ്, മറ്റൊന്ന് ചാർട്ടേഡ്, മറ്റൊന്ന് മൈഗ്രൻസ്. മെമ്പർഷിപ്പ് എന്നത് ഇവിടെയുള്ള എഞ്ചിനീയേഴ്സിന് പല സ്റ്റേറ്റുകളിലും വളരെ മസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഓസ്ട്രേലിയയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലോഫുള്ളി അലൗഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മെമ്പർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ പേര് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് രജിസ്ട്രേഷൻ എന്ന് തന്നെയാണ്. അപ്പോൾ ഇവരുടെ മെമ്പർഷിപ്പ് കിട്ടിയാലാണ് നിങ്ങൾ ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറായി ഓസ്ട്രേലിയയിൽ മാറാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് എഞ്ചിനീയർ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ ഓസ്ട്രേലിയയിൽ എന്നുള്ളത്. അങ്ങനെയല്ല. എഞ്ചിനീയറിംഗ് മെമ്പർഷിപ്പ് എന്നത് അവരുടെ ഒരു മെമ്പർഷിപ്പ് മാത്രമാണ്. നിങ്ങളെല്ലാ വർഷവും ഒരു $500 to $800 മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിരിക്കും. അത് പേ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള വെബിനാർസ് അവർ നിങ്ങൾക്ക് തരും. അതല്ലെങ്കിൽ അങ്ങനെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ ഇൻവൈറ്റുകൾക്കൊക്കെ ഇൻവിറ്റേഷൻ കിട്ടും. അങ്ങനത്തെ കുറേ ബെനിഫിറ്റാണ് ഈ മെമ്പർഷിപ്പ് കൊണ്ടുള്ളത്. പക്ഷേ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഈ മെമ്പർഷിപ്പ് ഒരു 100% മസ്റ്റായിട്ടുള്ള ഒന്നല്ല. കാരണം പുതുതായിട്ട് വരുന്ന ഒരാൾ സ്വന്തമായിട്ട് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ഒരാളുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്ത് അവരുടെ പേരിൽ ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് സ്വന്തമായിട്ട് സ്കില്ല് ഉണ്ടെന്ന് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ നമ്മൾ തെളിയിച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് സ്വന്തമായിട്ട് PE രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ PE രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ പേരിൽ എഞ്ചിനീയറിംഗ് ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു PE നമ്പറുണ്ട്, പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് നമ്പർ. ആ നമ്പർ യൂസ് ചെയ്താണ് നിങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും ആ PE നമ്പറിലൂടെ ഏതൊരു ഡോക്യുമെൻറ്റിൽ നോക്കിയാലും. ഇനി ഈ PE കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരു ലിസ്റ്റിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പേരെന്ന് പറയുന്നത് NER ആണ്. NER എന്ന് പറഞ്ഞാൽ നാഷണൽ എഞ്ചിനീയറിംഗ് രജിസ്റ്റർ. നാഷണൽ എഞ്ചിനീയറിംഗ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഡയറക്ടറിയാണ്. അതിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആരൊക്കെയാണോ ഉള്ളത്, അതിൽ ഉള്ളവരുടെ എഞ്ചിനീയറിംഗ് ഡെസിഗ്നേഷൻ എന്താണ്, പ്രൊഫഷണൽ എഞ്ചിനീയർ ആണോ, ടെക്നോളജിസ്റ്റ് ആണോ, അല്ലെങ്കിൽ അസോസിയേറ്റ് ആണോ, എന്താണ് അവരുടെ സ്പെസിഫിക് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, ഇതൊക്കെ കാണാൻ സാധിക്കും. അതാണ് NER മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മെമ്പർഷിപ്പ് കാറ്റഗറിയിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ എന്തൊക്കെ ഓപ്ഷൻസാണ് നമുക്കുള്ളതെന്ന് നോക്കാം. മെമ്പർഷിപ്പ് കാറ്റഗറിയിൽ സ്റ്റുഡൻ്റ് ഉണ്ട്. സ്റ്റുഡൻറ്റ് ഫ്രീ ആണ്. ഗ്രാജുവേറ്റ് ആയിട്ട്, അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ എങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പാണ്. അത് $0 to $625 per year ആവാം. 0 ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് $0 ആയിരിക്കും. പക്ഷേ അതിനുശേഷം പഠിച്ചിറങ്ങി നിങ്ങളൊരു ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആയിട്ടൊരു ജോലി പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് $625 പെർ ഇയർ മെമ്പർഷിപ്പ് ഫീസ് വരും. ഇത് ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. പക്ഷേ ഇത് ഒരു മസ്റ്റായിട്ടുള്ള കാര്യമല്ല. അടുത്തെന്ന് പറയുന്നത് മെമ്പർ കാറ്റഗറി. മെമ്പർ കാറ്റഗറിയിൽ $315 to $625 മെമ്പർഷിപ്പ് വരുന്നത്. എഞ്ചിനീയേഴ്സിന് 3 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളപ്പോഴാണ് ഈ കാറ്റഗറിയിലേക്ക് ആൾക്കാർ വരുന്നത്. ഇതും മസ്റ്റായിട്ടുള്ള ഒന്നല്ല. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഫെല്ലോ ആണ്. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസും ഈ പ്രൊഫഷനിലുള്ള
എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നൊരു മെമ്പർഷിപ്പാണ് ഈ ഫെല്ലോ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നല്ലപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ UK നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഫെല്ലോ ആയിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ കമ്പാനിയൻ ആൻഡ് അഫിലിയേറ്റ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇപ്പോൾ അത് നമ്മൾ മൈഗ്രേഷൻ ചെയ്യുന്ന ഒരാൾക്കുള്ള ഒരു ഓപ്ഷൻ അല്ല. ഇനി ഞാൻ പുറകോട്ട് പോയി നോക്കുമ്പോൾ നമുക്കുള്ള മറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ചാർട്ടേഡ് ആവുക എന്നുള്ളതാണ്. ചാർട്ടേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹയസ്റ്റ് ടെക്നിക്കൽ റെക്കഗ്നിഷൻ എഞ്ചിനീയേഴ്സിന് നാഷണലി ഇൻ്റർനാഷണലി ഒക്കെ. അപ്പോൾ ചാർട്ടേഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായി ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഫുള്ളി റെക്കഗ്നൈസ്ഡ് ആണ് ആസ് ആൻ എഞ്ചിനീയർ എന്നുള്ളതാണ് ചാർട്ടേഡ്. പക്ഷേ ആദ്യം വരുന്ന ഒരാൾക്ക് ചാർട്ടേഡായി മാറുക എന്ന് പറയുന്നത് ഈസി അല്ല. അവർക്ക് അതിൻ്റെ ആവശ്യമൊട്ട് ഇല്ലതാനും. അതാണ് അതിൻ്റെ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇനിയുള്ള തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മൈഗ്രൻസ് ആണ്. മൈഗ്രൻസിൻ്റെ ഓപ്ഷനാണ് നിങ്ങൾ മിക്കപ്പോഴും അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ മൈഗ്രൻ ആയതുകൊണ്ട് തന്നെ ആവശ്യം വരുന്നത്. അങ്ങനെ മൈഗ്രൻസിനുള്ള ഓപ്ഷൻസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സ് ആണ് ഈ PR പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ നിങ്ങളെ സർട്ടിഫൈ ചെയ്യണം. നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും വാലിഡാണ്, മറ്റൊരു രാജ്യത്തു നിന്നാണ്, പക്ഷേ അത് വാലിഡാണ് എന്ന് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിന് പറയണം. ഇതാണ് സ്കിൽഡ് മൈഗ്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കിൽ അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മൈഗ്രേഷൻ പാത്വേസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഒരു മൈഗ്രേഷൻ ഏജൻറ്റിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൈഗ്രേഷൻ ഏജൻറ്റ് നിങ്ങൾക്ക് സ്കിൽ അസസ്മെൻറ്റിൻ്റെ പ്രോസസ്സും ഒക്കെ പറഞ്ഞു തരും. അതിനുവേണ്ടിയാണ് മൈഗ്രേഷൻ ഏജൻറ്റ് യൂസ് ചെയ്യുക. അത് വേണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമില്ല. ഇനി മറ്റൊരു രാജ്യത്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ അത് വൈബിളായിട്ടുള്ള അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കോളേജുകളിൽ മാത്രം എടുക്കുക സ്റ്റഡി ആണെങ്കിൽ. അതല്ലെങ്കിൽ PR എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് മൈഗ്രേഷൻ ഏജൻറ്റിനെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് PR പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത്. സോ വളരെ ക്ലിയർ ആണ് ആ പാത്വേ എന്ന് പറയുന്നത്. നമ്മൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് മൈഗ്രേഷൻ സ്കിൽ അസസ്മെൻറ്റ് പേജാണ്. ഓക്കെ, മൈഗ്രേഷൻ സ്കിൽ അസസ്മെൻറ്റ് പേജ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ്. സെക്യൂർ ക്വാളിഫിക്കേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടോ, അണ്ടർസ്റ്റാൻഡ് ദ 4 എഞ്ചിനീയറിംഗ് ഒക്യുപ്പേഷൻ കാറ്റഗറി. എഞ്ചിനീയറിംഗ് കാറ്റഗറി തന്നെ 4 എണ്ണം അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏത് പാത്ത് വേയിലാണ് നിങ്ങൾ പോകേണ്ടത്, നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, അതിനുശേഷം വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി 2-3 months വെയിറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അക്രഡിറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ ഏത് കാറ്റഗറി പെടുന്ന ആളാണ് എന്നുള്ളതാണ് പലപ്പോഴും കൺഫ്യൂഷൻ വരുന്ന കാറ്റഗറി. പൊതുവേ 99% ആൾക്കാരും പെടുന്ന കാറ്റഗറി എന്ന് പറയുന്നത് കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് വഴി നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷനും സ്കില്ലും പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ വാഷിങ്ടൺ അക്കോർഡുണ്ട് മറ്റൊരു കാറ്റഗറി. അതെന്ന് പറയുന്നത് അതിലുൾപ്പെടുന്ന ചില കോളേജുകൾ ഇന്ത്യയിലുണ്ട്. IIT പോലുള്ള മെയിൻ കോളേജുകൾ, അല്ലെങ്കിൽ കുസാറ്റ് അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് ഉൾപ്പെടുന്ന കോളേജുകൾ ഇതിലുൾപ്പെടും. അങ്ങനെയുള്ളവർക്ക് ഡയറക്റ്റായിട്ട് ഒരു അക്കോർഡാണ് വാഷിങ്ടൺ അക്കോർഡ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഈ പേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് വാഷിങ്ടൺ അക്കോർഡിൽ പെടുന്ന ആളാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ എഞ്ചിനീയറിംഗ് അലയൻസ്.org എന്നൊരു വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള കോഴ്സുകളിൽ ഇന്ത്യയിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ വാഷിങ്ടൺ അക്കോർഡാണ് ഒരേ ഒരു അക്കോർഡ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പേജിലേക്ക് അവർ നിങ്ങളെ കൊണ്ടുപോകും. ആ പേജിൽ നമുക്ക് നമ്മുടെ കോളേജും നമ്മുടെ സ്റ്റേറ്റും ഒക്കെ അടിച്ചു കൊടുക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ കേരള കൊടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് കൊടുത്തതിന് ശേഷം പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്യാതെ സെർച്ച് അടിച്ച് കഴിഞ്ഞാൽ കുറേയധികം യൂണിവേഴ്സിറ്റീസ് കാണിക്കും. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 3 എണ്ണമാണ് കേരളത്തിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അവർ വാഷിങ്ടൺ അക്കോർഡ് വഴി സമ്മതിക്കുന്ന യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസ് എന്ന് പറയുന്നത്. അതും അവർ പറയുന്നുണ്ട് അക്കാഡമിക് ഇയർ ഇന്ന വർഷം തൊട്ട് ഇന്ന വർഷം വരെയുള്ളതാണ് അവർക്ക് അപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് വാഷിങ്ടൺ അക്കോർഡ് വഴി. ഈ 3 എണ്ണം ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, വാഷിങ്ടൺ അക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ 3 എണ്ണത്തിൽ ഉൾപ്പെടുന്ന ഒരു കോളേജ് പഠിച്ച ഒരാൾ, ഈ പറഞ്ഞ വർഷങ്ങളിൽ പഠിച്ച ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വാഷിങ്ടൺ അക്കോർഡ് വഴി പോകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരാൻ പോകുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ പാത്ത് വൈസ് എന്ന് പറയുന്നത് കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ടാണ്. ഓക്കെ, കോമ്പിറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മൾക്ക് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയ പറയുന്നുണ്ട് പ്രൊഫഷണൽ എഞ്ചിനീയർ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന കോമ്പിറ്റൻസീസ് ഏതൊക്കെയാണ്.
ഓക്കെ, അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതിന് കോമ്പറ്റൻസി ഡെമോൺസ്ട്രേഷൻ റിപ്പോർട്ട് ഗൈഡ് ലൈൻ എന്നൊരു ഗൈഡ് ലൈൻ PDF ഇവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ആ റിപ്പോർട്ടിലൂടെ എഞ്ചിനീയർ ഓസ്ട്രേലിയയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അറിയിക്കുന്നതിന് നിങ്ങൾ CDR പ്രിപ്പയർ ചെയ്യണം. CDR എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ടിൽ 3 പ്രോജക്ട്സാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നാവാം, നിങ്ങളുടെ കോളേജിൽ നിന്നാവാം, എന്തും ആവാം. നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഓരോ പ്രോജക്റ്റിലും നിങ്ങൾക്ക് ആ ഓരോ കോമ്പറ്റൻസിയും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അതായത് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് ആ കോമ്പറ്റൻസി ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, ഒരു കോമ്പറ്റൻസിയാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. അപ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റ് കോളേജ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്രോജക്റ്റിനെ ലീഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ നിങ്ങളെന്താണ് ആ പ്രോജക്റ്റ് ചെയ്തത്, അല്ല നിങ്ങളെ ഹോൾ ഗ്രൂപ്പ് ചെയ്തത് എന്താണെന്നല്ല, നിങ്ങൾ ആ പ്രോജക്റ്റിൽ എന്താണോ ചെയ്തത് അതാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള CDR റിപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ എഴുതേണ്ടതായിട്ടുള്ള കാര്യം. CDR റിപ്പോർട്ട് എഴുതുക എന്ന് പറയുന്നത് എല്ലാവർക്കും സ്ട്രൈറ്റ് അവേ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇവർ പറയുന്നുണ്ട് തന്നെത്താനെ എഴുതണം, വേറെ ആരെ കൊണ്ട് എഴുതിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തന്നെത്താനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കോമ്പറ്റൻസിയും കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുപോലെ ഇത് വളരെയധികം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ യൂസ് ചെയ്ത ഒരു ഏജൻ്റ് ഉണ്ട്, CDR സാമ്പിൾ എന്ന് പറയുന്നത്. അവരെ ഞാൻ റീച്ച് ഔട്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് അവർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് CDR പ്രിപ്പറേഷൻ്റെ കൂട്ടത്തിൽ CPD സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ CPD സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് തരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യേണ്ട കീവേഡ് എന്ന് പറയുന്നത് റെഫേർഡ് ബൈ JG ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വെബ്സൈറ്റ് CDR സാമ്പിൾ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ CPD റിപ്പോർട്ട് ഫ്രീ ആയിട്ട് കിട്ടും നിങ്ങളുടെ CDR റിപ്പോർട്ടിൻ്റെ കൂട്ടത്തിൽ. അവരുടെ എക്സ്പെൻസ് എത്രയെന്ന് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കുക. ഞാൻ യൂസ് ചെയ്ത വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഇവരെ ഞാൻ റെഫർ ചെയ്യുന്നത്. മറ്റുള്ള ഇഷ്ടം പോലെ CDR റൈറ്റേഴ്സ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ യൂസ് ചെയ്തതാണ്, ഞാനത് വെച്ചാണ് എഞ്ചിനീയറിംഗ് ഓസ്ട്രേലിയയിൽ അപ്ലൈ ചെയ്തത്. ഞാനത് വെച്ചാണ് എൻ്റെ മൈഗ്രേഷൻ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്കവരെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ അവരെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അവരുടെ ഹെൽപ്പ് തേടുന്നതിൽ തെറ്റില്ല. അവർ ചെയ്യുന്ന വഴി എന്താണെന്ന് ഞാൻ പറയാം. അവർ ചെയ്യുന്നത് നിങ്ങളോടൊരു 10-20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും ഓരോ റിപ്പോർട്ടിനും വേണ്ടി. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങളുടെ പ്രോജക്റ്റ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഉത്തരം അവർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവരതൊരു സ്ട്രക്ചേർഡ് CDR ഫോർമാറ്റിലാക്കി നിങ്ങൾക്ക് ഗ്രാമർ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ, പ്ലാഗിയറിസം ഒന്നും ഇല്ലാതെ അവർ കറക്റ്റാക്കി ഒരു റിപ്പോർട്ടിൽ തരും. അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുക. സ്ട്രൈറ്റ് അവേ പ്രോസസ്സാണ്. ഒരു 1 month ചിലപ്പോൾ പിടിച്ചെന്ന് വരാം മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം നിങ്ങൾ അങ്ങോട്ട് റെസ്പോൺസ് കൊടുക്കുന്നു, അതിനുശേഷം അവർ തിരിച്ചു തരുന്നു, നിങ്ങൾ റിവ്യൂ ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് പ്രോസസ്സ് ഉണ്ടാവാം. പക്ഷേ അവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ ഡിസൈൻ ഗൈഡ് ലൈൻസ് ഈ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾ എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ സ്കിൽ അസസ്മെൻറ്റ് ഗൈഡ് ലൈൻ ഉള്ള വെബ്സൈറ്റിലുള്ള യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രൈറ്റ് അവേ നിങ്ങൾക്ക് തന്നെ റൈറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയുടെ മെയിനായിട്ടുള്ള 3 കാറ്റഗറീസ്, അല്ലെ മെയിനായിട്ടുള്ള നമ്മുടെ മൈഗ്രേഷൻ അസസ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ആരെങ്കിലും നിങ്ങളെ അറിയാവുന്ന എഞ്ചിനീയേഴ്സ് ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് ഷെയർ ചെയ്തേക്കുക ഈ വെബ്സൈറ്റും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും ഈ 3 കാറ്റഗറീസും ഒക്കെ തന്നെ യൂസ്ഫുൾ ആയിക്കോട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.